ഇക്കുറി ഓസീസിനെ രക്ഷിക്കാൻ ആരും എത്തിയില്ല. 2022 T20 ലോകകപ്പിൽ റാഷിദ് ഖാൻ ആഞ്ഞടിച്ച മത്സരത്തിൽ അഫ്ഗാൻ വിജയപ്രതീക്ഷയിലായിരുന്നു. 23 പന്തുകളിൽ നിന്നും റാഷിദ് കുറിച്ചത് 48 റൺസ്. എന്നാൽ അഫ്ഗാൻ പോരാട്ടം 4 റൺസ് അകലെ അവസാനിച്ചു. ഓസീസ് കഷ്ടിച്ച് രക്ഷപ്പെട്ടപ്പോൾ അഫ്ഗാന് ബാക്കിയായത് പൊരുതിയതിൻ്റെ സന്തോഷം മാത്രം. 2023 ഏകദിന ലോകകപ്പിലായിരുന്നു അടുത്ത പോരാട്ടം. വേദിയായത് മുംബൈ വാങ്കഡെ സ്റ്റേഡിയം. അഫ്ഗാൻ ഉയർത്തിയത് 291 റൺസിൻ്റെ മാന്യമായ സ്കോർ. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഓസീസിൻ്റെ 7 വിക്കറ്റുകൾ വെറും 91 റൺസിന് വീണിരിക്കുന്നു. അഫ്ഗാൻ കൂറ്റൻ വിജയത്തിലേക്ക്. പക്ഷേ ഒരേ ഒരാൾ അഫ്ഗാനെ ചെറുക്കുന്നു: ഗ്ലെൻ മാക്സ്വെൽ. ഒരു വീഡിയോ ഗെയിം ക്രിക്കറ്റിൽ പോലും അസാധ്യമാകുന്ന ഇന്നിങ്സിനാണ് അന്ന് വാങ്കഡെ സാക്ഷിയായത്. ഒറ്റക്കാലിൽ അയാൾ ഒറ്റയ്ക്കൊരു രാജ്യമായി. പാറ്റ് കമ്മിൻസിനെ കൂട്ടുപിടിച്ച് 128 പന്തിൽ 201 റൺസുമായി ഓസീസിനെ വിജയിപ്പിച്ചാണ് അയാൾ മടങ്ങിയത്. ആ വിജയത്തിൻ്റെ ഊർജ്ജത്തിൽ പൊരുതിക്കയറിയ ഓസീസ് ലോക കിരീടം നേടി. ലങ്ക, പാകിസ്ഥാൻ, ഇംഗ്ലണ്ട് എന്നീ 3 ലോക ചാമ്പ്യന്മാരെ തോൽപ്പിച്ച അഫ്ഗാൻ സെമി കാണാതെ പുറത്തുമായി. ഇക്കുറി ഓസീസും അഫ്ഗാനും കണ്ടുമുട്ടിയത് നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യനിലെ ഗ്രനഡയിലെ അർണവാലി സ്റ്റേഡിയത്തിൽ. ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാൻ പൊരുതാകുന്ന സ്കോർ ഉയർത്താമെന്ന പ്രതീക്ഷയിലായിരുന്നു. കാരണം വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെയാണ് 100 കടന്നത്. അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ച് ഒരു 170 റൺസെങ്കിലും ഉയർത്താമെന്ന ചിന്തയിലായിരുന്നു. പക്ഷേ ഡെത്ത് ഓവറുകളിൽ തുടർ വിക്കറ്റ് എടുത്ത പാറ്റ് കമ്മിൻസിന്റെ മികവിൽ ഓസീസ് 148 റൺസിന് അഫ്ഗാനെ ചുരുട്ടിക്കൂട്ടി. ഒറ്റനോട്ടത്തിൽ ഓസീസ് അനായാസമായി ജയിക്കുമെന്ന് തോന്നിച്ച മത്സരം. എന്നാൽ മറുപടി ബാറ്റിംഗിൽ ആദ്യ ഓവറിൽ ട്രാവിസ് ഹെഡിനെ ക്ലീൻ ബോൾഡാക്കി നവീനുൽ ഹക്ക് ഓസീസിന് മുന്നറിയിപ്പ് നൽകി. അധികം വൈകാതെ മാർഷും വാർണറും മടങ്ങിയതോടെ സ്കോർ 32-3. അവിടെ ഗ്ലെൻ മാക്സ്വെല്ലും മാർക്കസ് സ്റ്റോയിനിസും ഉറച്ചു നിന്നതോടെ 71-3 എന്ന ശക്തമായ നിലയിലായിരുന്നു ഓസീസ് വിജയത്തിലേക്കെന്ന് തോന്നിച്ച നിമിഷം. എന്നാൽ നായിബിന്റെ പന്തിൽ സ്റ്റോയിനിസിനെ പിറകിലേക്കോടി കീപ്പർ ഗുർബാസ് ക്യാച്ചെടുക്കുന്നു. അതോടെ വീണ്ടും പ്രതീക്ഷയായി. പക്ഷേ മാക്സ്വെൽ ഇനിയും വീണിട്ടില്ലാത്തതിനാൽ ഒന്നും പറയാനായിട്ടില്ല. അഫ്ഗാന് മുന്നോട്ട് പോകാൻ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് തന്നെ വേണം. അവരത് തന്നെ നൽകി. ഉഗ്രൻ ബൗളിംഗും ഫീൽഡിംഗും ചേർന്ന പ്രതാപകാലത്തെ ഓസ്ട്രേലിയൻ നിരയെപ്പോലെയാണ് അഫ്ഗാൻ മൈതാനത്ത് പെരുമാറിയത്. അഫ്ഗാൻ താരങ്ങൾക്ക് ചിറകുകൾ മുളച്ച നേരം. മാക്സ്വെല്ലിനെ പറന്നുപിടിച്ച നൂർ അഹമ്മദ്, വേഡിനെ കേച്ചെടുത്ത കരീം ജന്നത്ത്, ആസ്റ്റൺ നാഗറിനെ ചാടിപ്പിടിച്ച നവീൻ എന്നിവരെല്ലാം കേച്ചുകളാണ് മത്സരങ്ങൾ വിജയിപ്പിക്കുന്നത് എന്ന് തെളിയിച്ചു. ലൈനും ലെങ്ത്തും പാളാതെ സ്ലോ ബോളുകളാൽ ഓസീസിനെ വട്ടം കറക്കിയ ഗുൽബദീൻ മഹാവിജയത്തിലെ ഹീറോയായി. ഈ വിജയം ഒരു അട്ടിമറിയോ അല്ലെങ്കിൽ ഫ്ലൂക്കോ ഒന്നുമല്ല. അഫ്ഗാൻ നിരന്തരമായ പ്രയത്നങ്ങളിലൂടെയും ക്വാളിറ്റി ക്രിക്കറ്റിലൂടെയും നേടിയെടുത്തതിൻ്റെ തുടർച്ച മാത്രമാണിത്. ഈ ലോകകപ്പിൽ ന്യൂസിലൻഡിനെ തോൽപ്പിച്ച് അവരത് തെളിയിച്ചതുമാണ്.